നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പുരുഷവന്ധ്യതയെ പറ്റിയാണ്. മെയിൽ ഇൻഫെർട്ടിലിറ്റി. അധികം ആൾക്കാർക്ക് ഒരു അവയർനെസ് കുറവായിട്ടുള്ളതും അധികം ആൾക്കാർ സംസാരിക്കാത്തതും എന്നാൽ വളരെ ട്രീറ്റ്മെൻറ്റിന് സാധ്യതകളുള്ളതും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ളൊരു ഒരു ടോപ്പിക്കാണ് മെയിൽ ഇൻഫെർട്ടിലിറ്റി. ശരിക്കും നമ്മൾ ഈ ഒരു സമയത്ത് മെയിൽ ഇൻഫെർട്ടിലിറ്റി വളരെ കൂടി വരുന്നൊരു അവസ്ഥയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന കുറേ ചേഞ്ചസ്. ഇപ്പം കുറച്ച് നാൾ മുന്നേ വരെയൊക്കെ നമുക്ക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, നമ്മളെ കൊച്ചു കേരളത്തിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇപ്പം കോളേജുകളിൽ തുടങ്ങി എല്ലാവരും നമ്മൾക്കറിയാവുന്ന എത്രയോ ഫ്രണ്ട്സ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പുകവലി, മദ്യപാനം, ഇതെല്ലാം ഇങ്ങനത്തെ ഒരു കുറേ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് മെയിൽ ഇൻഫെർട്ടിലിറ്റിന് കാര്യമായിട്ടുള്ള പ്രോബ്ലംസിലോട്ട് വരുന്നുണ്ട്. നല്ലൊരു കാര്യം എന്ന് പറയുന്നത് കപ്പിൾസിൽ കുറേ കൂടെ അവയർനെസ് കൂടിയിട്ടുണ്ട്. പുരുഷന്മാർ കുറേ വഴി മുന്നോട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, സെമൻ ടെസ്റ്റ് നോക്കാം, സ്പേം ഫ്രീസ് ചെയ്ത് വെക്കാം, അങ്ങനെയൊക്കെ പറയുന്ന നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട്. അപ്പം പക്ഷേ എന്നാൽ പോലും ഈ ഒരു മെയിൽ ഇൻഫെർട്ടിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രയോറിറ്റി തന്നെയാണ്. ഇൻഫെർട്ടിലിറ്റിയുടെ മൊത്തത്തിൽ, അതായത് വന്ധ്യത പേഷ്യൻസ് 100 കപ്പിൾസ് എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു 50% കാരണങ്ങൾ പുരുഷന്മാരുടെ വന്ധ്യത കാരണം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് പല കാരണങ്ങളാൽ അവർക്ക് ഈ ഒരു മെയിൽ ഇൻഫെർട്ടിലിറ്റി കാരണങ്ങൾ വല്ല ചോദിക്കാം, ഡോക്ടറെ ഞങ്ങൾ ആദ്യമായിട്ടാണ് സെമൻ ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നത്, പക്ഷേ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല, എന്തുകൊണ്ട് ഞങ്ങൾക്കിത് വന്നു, എന്തായിരുന്നു അതിൻ്റെ കാരണം? ആക്ച്വലി ഇതിനകത്ത് പല റീസൺസ് ഓഫ് മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ എന്തുകൊണ്ട്, അതിനകത്ത് ചിലപ്പോൾ ക്രോമസോം ഇഷ്യൂസ് ആയിരിക്കാം, അവർക്ക് ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, അവർ കാരിയോടൈപ്പിംഗ് നോക്കുമ്പോൾ അതിനകത്തൊരു അബ്നോർമാലിറ്റി ഉണ്ടാവാം. അപ്പം ക്രോമസോം ഇഷ്യൂസ് കാരണമുണ്ട്. ഫെമിലിയലായിട്ട് കുടുംബത്തിൽ ഉള്ള ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം ഉണ്ടാവാം. അവർക്ക് ചെറുപ്പത്തിൽ മുണ്ടുനീര് മംസ് വന്നതുകൊണ്ടോ ചെറുപ്പത്തിൽ മണികളിൽ എന്തെങ്കിലും ട്രോമ ഉള്ളതുകൊണ്ട് വരാം. മെഡിസിൻസോ റേഡിയേഷൻസോ ഒക്കെ അതിനകത്തൊരു എഫക്റ്റ് ഉണ്ടാവാം. ഇഡിയോപ്പത്തിക്, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ പോലും ഒരാൾക്ക് അവരുടെ സാമ്പിളിൽ പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ഹസ്ബൻഡിന് ഇന്ന കാരണം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സാമ്പിൾ നോർമൽ ആവുമെന്ന് തീർത്തും പറയാൻ പറ്റില്ല. നമ്മൾ തീർത്തും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാൾക്ക് പോലും ഇഡിയോപ്പത്തിക് ഒരു കാരണങ്ങൾ പോലും ഇല്ലാതെ ഉണ്ടാവാം. അതുകൊണ്ട് സ്പേം ഇവാലുവേഷൻ അല്ലെങ്കിൽ സെമൻ ടെസ്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് പോസിറ്റീവ് ആവുന്നില്ല എങ്കിൽ ഹസ്ബൻഡ് തീർച്ചയായിട്ടും നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് സെമൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പുരുഷന്മാരുടെ. കാര്യം ചിലപ്പം പ്രൊഡക്ഷൻ ലെവലുകൾ കുറവായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിലും നമുക്കും ഇഞ്ചക്ഷൻസിലൂടെയൊക്കെ അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ലൈഫ് സ്റ്റൈൽ ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു ഹാബിറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് വരുന്ന എല്ലാവരും തീർച്ചയായിട്ടും പുകവലി, മദ്യപാനം, ഡ്രഗ്സ് കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യുകയും അതിനുവേണ്ടി വളരെ ഇത് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നല്ലൊരു എക്സസൈസ് കാര്യങ്ങൾ, വെയിറ്റ് റിഡക്ഷൻ നോക്കുന്നത് വളരെ നല്ലതാണ്. ഡയറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഫോർ എക്സാമ്പിൾ കുറച്ചും കൂടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കുറച്ചും കൂടെ സാലഡുകൾ എടുക്കുക, ടൊമാറ്റോ, അങ്ങനെ വിറ്റാമിൻസ് ഒക്കെ ഉള്ള ഫുഡ് കാര്യങ്ങൾ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയുമെങ്കിൽ വളരെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ അതൊരു ചെക്കപ്പിലോട്ട് പോകും, അതിലും മെയിൽ ഇൻഫെർട്ടിലിറ്റി നമുക്കും 2-3 ലെവലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ബേസിക് കാര്യങ്ങൾ, അതായത് അവർക്ക് സെമൻ ടെസ്റ്റിൽ മൈനറായിട്ടുള്ള കാര്യങ്ങളുള്ളൂ, ചെറിയ കൗണ്ട് വ്യത്യാസം, ചെറിയ മോട്ടിലിറ്റി പ്രോബ്ലംസ്, അതൊക്കെയാണെങ്കിൽ നമ്മൾ ടാബ്ലറ്റ്സിലൂടെയോ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെയോ ഈ പറയുന്ന അഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ കൺസീവ് ചെയ്യാനുള്ള സാധ്യത അതിനകത്ത് ഉണ്ട്. രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് കുറച്ചും കൂടെ നമുക്ക് അതിനകത്തൊരു ഡീറ്റെയിലിംഗ് വേണ്ട, കുറച്ചും കൂടെ ലെവൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസിൽ IUI പോലെ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഹസ്ബൻഡ് സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് സ്പേംസിൻ്റെ മോട്ടിലിറ്റി കൂട്ടാനും മോർഫോളജിയൊക്കെ മോട്ടിലിറ്റി കുറേ കൂടെ ബെറ്റർ ആയിട്ട് അത് നമ്മൾ യൂട്രസിനകത്ത് പുഷ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ഈ IUI. അതിന് സക്സസ് റേറ്റുകളും നമുക്ക് നോർമലി ട്രൈ ചെയ്യുന്നതിനേക്കാളും ഒരു ഇരട്ടിയാക്കി സക്സസ് റേറ്റ്സ് കൂട്ടാനായിട്ട് പറ്റും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിതാണ് IVF അല്ലെങ്കിൽ ICSI പോലത്തെ ട്രീറ്റ്മെൻറ്റ്. കുറേ ഇപ്പോൾ ഒരു 100 കേസസ് ഓഫ് മെയിൽ ഇൻഫെർട്ടിലിറ്റി എടുത്താൽ 10% മുതൽ 15% കേസുകൾ അസൂസ്പെർമിയ ആയിരിക്കും. അസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ സ്പേം ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സെമൻ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബീജത്തിൻ്റെ അളവ് കാണത്തില്ല, ഒരു ബീജം പോലും കാണത്തില്ല, 0 ആയിരിക്കും അവരുടെ കൗണ്ട്. സ്പേംസ് ഉണ്ടാവാത്ത റിപ്പോർട്ട്. അങ്ങനെ നമ്മൾ പുരുഷവന്ധ്യതയിലെ 100 കേസസിൽ 10-15% കേസസ് പോലും അസൂസ്പെർമിയയുടെ കാരണങ്ങളാലാണ് വരുന്നത്. പക്ഷേ ഈ അസൂസ്പെർമിയയിലും നമുക്ക് നല്ലൊരു ശതമാനം ആൾക്കാർക്ക്
മരുന്നുകളിലൂടെ ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുത്തിയെടുത്ത് ഭക്ഷണത്തിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ സ്പേം കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ഇക്സി പോലെ ട്രീറ്റ്മെൻറ്റുകളിൽ പോസിറ്റീവ് ആകാനായിട്ട് പറ്റും. അതുകൊണ്ട് സർജിക്കൽ സ്പേം റിട്രീവൽ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്സിലൂടെ അസുസ്പെർമിയ ആണെങ്കിൽ പോലും സ്പേം കിട്ടുകയും ആ സാമ്പിൾ വെച്ച് നമുക്ക് ഇക്സി ചെയ്ത് പോസിറ്റീവ് ആക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ സ്പേംസ് വളരെ കുറവാണെങ്കിൽ പോലും മൈക്രോ ടെസ്സ പോലെ ട്രീറ്റ്മെൻറ്റ്, അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ്സിലൂടെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഏറ്റവും മൊട്ടൈലായിട്ടുള്ള സ്പേമിനെ എടുത്ത് ഇക്സി ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അതിനകത്തുണ്ട്. അതുകൊണ്ട് പുരുഷവന്ധ്യത എന്ന് പറയുന്നതിൽ അസാധ്യ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉള്ള ഒരു മേഖലയാണ്. പുരുഷവന്ധ്യത വളരെ കൂടി വരുന്നൊരവസ്ഥയാണ്. 50% ഓഫ് ഇൻഫെർട്ടിലിറ്റി കാരണങ്ങൾ പുരുഷവന്ധ്യതയാണ്. അതിനകത്ത് ഇവാലുവേഷൻ വളരെ അത്യാവശ്യമാണ്. ഏറ്റവും നേരത്തെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആൻഡ് മോഡിഫിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. IVF ഇക്സി പോലെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പോലും പുരുഷവന്ധ്യതയ്ക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധ്യതകൾ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക. മെയിൽ ഇൻഫെർട്ടിലിറ്റി നേരത്തെ പോലെ ഒരു വലിയ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ആർക്കും വലിയ ഐഡിയ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. അതിനകത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് എത്രയും പെട്ടെന്ന് പോസിറ്റീവ് ആകാനും കുഞ്ഞെന്നുള്ളൊരു സ്വപ്നം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ എല്ലാ കപ്പിളിനും ഉള്ളത് തന്നെയാണ്. നമുക്ക് നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.